ഞങ്ങൾ അങ്ങനെ അതിരടി മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഓവർ ആക്ടിങ് കാണിക്കരുത്. ആ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മുതൽ അതിരടി മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോ യാദിൽ ഭായ് പടം വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ കാറിന്റെ സീറ്റിൽ കയറിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വെരി ലോ ഫസ്റ്റ് ഹാഫ്, ബട്ട് ഭയങ്കര സ്പീഡിൽ പോയ പടമാണ്. അതിരടി പേര് പോലെ തന്നെ പടം പറന്നു പടം പട്ട സ്പീഡിലാണ് പോണത്. സെക്കൻഡ് ഹാഫ് ഫുൾ ഹാപ്പനിങ്. ഇനി പടം കത്തിയത് സെക്കൻഡ് എക്സ് ഫാക്ടറീസ് വിനീത് ശ്രീനിവാസൻ. വേറെ ആരുണ്ടായിട്ടും കാര്യമില്ല. അച്ചങ്ങായി വന്നപ്പോഴാണ് അതിന്റെ സത്യം. ഷാനും വിനീതും വന്നപ്പോഴാണ് അതിന്റെ ഒരു സാധനം കയറിയത്. അപ്പൊ ഒരു കോളേജ് മൂവി എന്നുള്ളത് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഇന്ന് ആ കോളേജിൽ ക്രിക്കറ്റ് കളിച്ച് വരുന്നത്. ഫിസാറ്റേഴ്സ് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ തോറ്റാലെന്താ റണ്ണേഴ്സ് അപ്പ് അല്ലേ? ഫൈനലിലാണ് തോറ്റത്. അപ്പോ പടം ഒരു കോളേജ് മൂവിയാണ്. നമ്മുടെ ബേസിലിന്റെ ക്യാരക്ടർ സാംബോയ് എന്ന് പറഞ്ഞുള്ള ഒരു ക്യാരക്ടറാണ്. സംഗതി ആ കോളേജ് ഫെസ്റ്റിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടു പരിചയമുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. കേരളത്തിൽ നടന്ന ഒരു ഇൻസിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പടം തുടങ്ങുന്നത്. ഒരു വേഴ്സ് സിറ്റുവേഷൻ ഉണ്ടാകുന്നു കോളേജ് ഫെസ്റ്റിനിടയിൽ. അതിൽ നിന്ന് ഈ പടം ഇങ്ങനെ ബിൽഡാവുകയാണ്. എനിക്ക് ആ ഫസ്റ്റ് ഹാഫ് മൊത്തം ആ ബിൽഡപ്പിലുണ്ടല്ലോ ഭയങ്കര ആ സ്പീഡ് കൊണ്ടാണ് തോന്നുന്നു. പാട്ട് എടുത്ത് വെച്ചൊരു സ്പീഡ് കൊണ്ടാണ് തോന്നുന്നത്. എനിക്ക് ഫസ്റ്റ് ഹാഫിലെ കുറേ കോമഡി ഒന്നും എനിക്ക് വർക്കായില്ല. എൻ്റെ ഒരു കാര്യം പറയട്ടെ, പറയും. ഞാൻ പഠിച്ചിരുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ്. 1.5 കൊല്ലം കൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ആക്കി. ആ കോളേജിൽ ഇതേപോലെ സെയിം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ പഠിക്കണേക്ക് മുമ്പ് കോളേജിൽ അതേപോലെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് എനിക്ക് ആ പടം ഭയങ്കരമായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റും. കോളേജിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് അത്. ഞാൻ അല്ലാതെ ബട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആസ് എ മൂവി ഫ്രീക്ക് എനിക്ക് കണ്ട സമയത്ത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്, മൂപ്പർക്ക് ഇത് ഭയങ്കര പടമാണ് മൂപ്പർക്ക്. ഞാൻ പറഞ്ഞു എനിക്കിതൊരു എബോ ആവറേജ് പടമാണ്. ബട്ട് ഫസ്റ്റ് ഹാഫ് ഈസ് എ വെരി വെരി ലോ സാധനം. വാട്ട് അബൌട്ട് അതേഴ്സ്? ഇയാൾ കണ്ണൂരിൽ പഠിപ്പിക്കുന്നത്. വാട്ട് അബൌട്ട് അതേഴ്സ്? പറഞ്ഞാ അടിപൊളി. നടക്കോ ചാർജ് ആയി വന്നത് അബി ഷാനിങ് വന്നപ്പോ. പിന്നെ നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ഉണ്ട്. ഫ്രണ്ട് പറയുന്ന സീൻ ഫുള്ള്. അതായത് ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഈ ക്യാരക്ടർ ബിൽഡപ്പും പ്ലോട്ട് ബിൽഡപ്പും ആയിട്ട് പടം ഇങ്ങനെ പോവാണ്. അതിൽ തന്നെ നമ്മുടെ സാം കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബേസിൽ ചെയ്ത ക്യാരക്ടറിന് റിവോൾവ് ചെയ്തിട്ട് പടം പോകുമ്പോൾ തന്നെ ഈ സാം കുട്ടീൻ്റെ ബ്രദർ പഠിച്ച കോളേജാണ്. ആ ഇൻസിഡൻറ്റ് ബ്രദറുമായിട്ട് റിലേറ്റഡ് ആണ്. ഇത് ടൊവീനോ ആ നാട്ടിലൊരു ഗുണ്ടയാണ്, തോട്ട ഗുണ്ടയാണ് ഈ ടൊവീനോ. എനിക്കിതിൽ ടൊവീനോൻ്റെ ക്യാരക്ടറിനാണ് ഇനി എന്തോ അതൊരു ഗുണ്ടയാണ്. അയാൾ മാസ്സാവണം, അതേ സമയത്ത് കോമഡി ആവണം. ഓക്കെ, ഒരേ സമയം കോമഡി ആവണം, അയാൾ മാസും ആവണം. അതിന്ന് പിന്നെ അയാൾ ടെററായിട്ട് മാറുകയാണ്. എനിക്ക് ഈ ടൊവിനോന്റെ ക്യാരക്ടർ ടെററായപ്പോഴും വലിയ ഇമ്പാക്റ്റ് തോന്നിയില്ല. അത് കോമഡി ആയപ്പോഴും ഒരു ഇമ്പാക്റ്റ് തോന്നിയില്ല. ആ ഒരു ക്യാരക്ടറിന് എനിക്ക് ഒട്ടും ഒരു നമ്മളിപ്പോൾ പടം ഇതിൽ കുറേ കൗണ്ടേഴ്സ് ഉണ്ട്, കുറേ മാസ് സാധനമുണ്ട്, തീപ്പൊരു BGMലുള്ള ഐറ്റംസ് ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അതിന് ആ തിയേറ്ററിൽ ഒരു ഹൈ കിട്ടിയില്ല. എനിക്ക് ഒട്ടും ആ ഒരു ക്യാരക്ടറും ബേസിനും തമ്മിലുള്ള കുറേ മാസ് സാധനങ്ങൾ, ഇൻട്രാക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ കിണ്ണൻ ഡയലോഗുകളാണ്. എനിക്കെന്തോ അതൊന്നും എനിക്ക് ഇമ്പാക്റ്റ് ആവാത്ത പോലത്തെ ഒരു ഭയങ്കര വിയേർഡായിട്ടുള്ള എന്തൊക്കെയോ കുറവുള്ള പോലത്തെ ഒരു ഫീലിംഗ് ഇവരുടെ ഈ കോംബോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്ലാഷിനകത്ത് തോന്നി. പക്ഷെ എക്സെപ്ഷണലി എന്താ പറയുക, എഡിറ്റ് ചെയ്ത് വെച്ചൊരു സാധനം, എഡിറ്റിങ് ഒരു രക്ഷയില്ല. ഈ പടത്തിന്റെ ടുവേർഡ്സ് എൻ്റെ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് പണി വെച്ച എഡിറ്റിംഗ് ഉണ്ടല്ലോ, എജാതി സാധനം. അതായത് നമുക്ക് അതിന്റെ സ്പീഡ് ഭയങ്കരമാണ്. പടം പോണ പരിപാടി ഭയങ്കര പരിപാടി. അതിരടി എന്ന് പറഞ്ഞ തന്നെ BGMഉം സീനും ഇടിയും അടിയും സാധനങ്ങളുമായിട്ട് പോവാണ്. അതിനിടയിൽ ഇതിന്റെ എഡിറ്റർ പറയുന്നത് ചമൻ ചാക്കോ ആണോ എഡിറ്റർ ആണെന്നുണ്ട്. എഡിറ്റർ പറയാം ഉണ്ണികൃഷ്ണൻ പവൻരാജ്. അല്ലല്ല, എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റ് അതല്ല ഇത് എഡിറ്റർ പറയാൻ പോവാൻ പറ്റില്ല. ചമൻ ചാക്കോ, ഞാൻ പറഞ്ഞത് ചമൻ ചാക്കോ പണ്ണി. ഈ പടം പണ്ണിയത് ചമൻ ചാക്കോ ആണ്. എഡിറ്റിംഗ് ഭീകര എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ ക്ലൈമാക്സ് പോർഷനിലൊക്കെ മാറി ഓരോ സിറ്റുവേഷൻ ഹാപ്പനിങ് ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ, അത് വേറെ ലെവൽ ഐറ്റം. അതെനിക്ക് ഭയങ്കര വർക്കായിട്ടാണ് സാധനം. സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നു. നല്ല സിനിമാറ്റോഗ്രാഫി, വിഷ്ണു വിജയ് കമ്പോസ്, ചില BGM ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതും എസ്പെഷ്യലി ടൊവിനോയുടെ ക്യാരക്ടറിന് ഇട്ട BGM
അതൊക്കെ റീൽസിൽ കളിക്കുന്ന ഐറ്റങ്ങളാവും മക്കളെ. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ കത്തണ ഐറ്റം. പാട്ടും സെറ്റാ. പക്ഷെ ഇതെന്താ പറയാ പറ പ്രൊഡക്ഷൻ ക്വാളിറ്റി അതുണ്ട്. പ്രൊഡക്ഷൻ ക്വാളിറ്റി വേറെ ലെവലാണ്. കാരണം അത് ഇതിനകത്ത് പണി വന്ന് നമുക്കറിയാം. കാരണം ഈ പടം എടുത്തു വെച്ച രീതി വെച്ചിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഭീകരമാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്, എനിക്ക് ഫസ്റ്റ് ഹാഫിനകത്ത് കൗണ്ടേഴ്സ് വർക്കായില്ല. ഇപ്പൊ ഇതിനകത്ത് കുറെ സോഷ്യൽ മീഡിയ ഫിഗേഴ്സ് ഉണ്ട്, വളരെ ക്രിഞ്ചി ആയിട്ടുള്ള കുറെ സാധനങ്ങളാണ്. മേ ബി ബേസിലിനെ ഇഷ്ടപ്പെടുന്നവര്, അതുപോലെ നമ്മൾ റീൽസിൽ കണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. മുനിറ കണ്ണട, ശാന്തിവിള ദിനേശ്, കുറെ ആൾക്കാരുണ്ട് ഇതിനകത്ത്. എനിക്ക് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും എന്താ പറയാ, ഒരു എനിക്ക് ഇമ്പാക്ട് തോന്നിയ ഒരു സീൻ എന്താ വെച്ചെങ്കിൽ, വിനീത് ശ്രീനിവാസൻ വന്നതിന് ശേഷം ധ്യാനിന്റെ റെഫറൻസ് വരുന്നതായി. ഈ വണ്ടിയിൽ ആംബിയൻസ് ഉണ്ട് ക്ലാസ് ഈ പറഞ്ഞപ്പോ ആള് തിയേറ്ററിലുണ്ടായ 2 ഹൈ ആണ് ഈ പടത്തിന്റെ. ധ്യാനിന്റെ റെഫറൻസ് വന്ന ആ ഒരു സീൻ കത്തിയ കത്തല്, അതൊരു സീൻ. ഞാൻ പറഞ്ഞു ഈ പടത്തിൽ എന്റെ പേഴ്സണൽ ഹൈ ആ 2 സീനാണ്. ഒന്ന് ഇതിന്റെ ക്യാമിയോ അതെ. ബേസിലിന് കയ്യടിയില്ല മക്കളെ, ടൊവിനോക്ക് കയ്യടിയില്ല, ക്യാമിയോക്ക് കിട്ടിയ കയ്യടി അതൊരു റേഞ്ച് സാധനം അല്ലേ. ദാറ്റ് ഷോസ് മലയാള സിനിമയിലെ നെക്സ്റ്റ് ജനറേഷൻ എന്താന്നുള്ളത് അതൊന്ന് മനസ്സിലാവും. കണ്ടോ ഇത്രയും അടിപൊളി. എന്താ രാമകഥ ഗാനലയം പാടുമ്പോൾ സീനൊക്കെ ടൊവിനോനെ കാണിക്കുമ്പോ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു സീനില് ആ നോട്ടവും ആ ഒരു ടോണും എനിക്ക് ഭയങ്കര. ടൊവിനോന്റെ ക്യാരക്ടർ അടിപൊളിയാ. ക്യാരക്ടർ നല്ല ക്യാരക്ടറാ. ആ ക്യാരക്ടർ ടൊവിനോ നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇമ്പാക്ട് തോന്നിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം. എനിക്കതിനകത്ത് ഇപ്പൊ മാസ് കാണിക്കുന്ന സീനുണ്ട്. ഗുണ്ടയാണ്, തോട്ട ഗുണ്ട. ഇയാള് കോളേജിൽ വന്ന് മാസ് കാണിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. പക്ഷെ ആ മാസ് നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ. ഗുണ്ട വന്ന് മാസ് കാണിക്കുന്ന, വില്ലൻ വന്ന് മാസ് കാണിക്കുന്ന ഒരു സാധനം അല്ല. ലോല ഹൃദയനിൽ നിന്ന് അയാള് ചരട് പൊട്ടിച്ച് വില്ലനാവുകയാണ്. ആ സാധനത്തിലൊക്കെ ഞാൻ അങ്ങനെ നമ്മൾ കണ്ടിരുന്നു. വന്നു കാണിച്ചു പോയി. ഈവൻ തിരിച്ച് ബേസിൽ കാണിക്കുമ്പോഴും വന്നു കാണിച്ചു പോയി. ഈ ഒരു സാധനമാണ്. അതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയ പോലെ എനിക്ക് അതെന്താന്ന് മനസ്സിലാവുള്ളൂ. അത് മേ ബി ബേസിൽ ആയതുകൊണ്ടും ടൊവിനോ ആയതുകൊണ്ടും ആണോ എന്ന് അറിയാൻ പാടില്ല. എനിക്ക് അവിടെയൊക്കെയാണ് ഈ പടത്തിന്റെ ലോ അടിച്ചിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം ഭയങ്കര സ്പീഡിൽ പേര് പോലെ അതിരട്ടി എന്ന് പറഞ്ഞ പോലെ പോണ ഒരു പടം അല്ലേ. പിന്നെ ഷാൻ റഹ്മാൻ എങ്ങനെ ഇത് ചെയ്തെങ്ങനെ തൂക്കി കോമ്പോ അവർ രണ്ടുപേരും കൈ കൊടുക്കുന്നോണ്ട് പടം. അല്ല ഇത് ഇന്റർവ്യൂലൊക്കെ ഇവര് പറയുമ്പോ ഞാൻ വിചാരിച്ചു ഇതൊന്നും ഇല്ല, ഇത് മറ്റേ ബോബനും മോളിയിലും ജമ്പനും തുമ്പനൊക്കെ പോലെ. ബോബനും മോളി തന്നെ ജമ്പനും തുമ്പനും ആണ് തോന്നുന്നുണ്ടാ. അല്ല സോറി മാളിപ്പോയി. ബോബനും മോളി വേറെ, ജമ്പനും തുമ്പനും വേറെ. എനിക്ക് ജമ്പൻ തുമ്പൻ ഫീലാണ്. നല്ല ഐറ്റം, അതായത് നല്ല രസത്തിൽ അവരുടെ കോംബോ പോയത്. അവർ ഓടുമ്പോഴൊക്കെ സാധനം പറയണ്ട, ഓടുമ്പോൾ സാധനം പറയണ്ട, അതൊക്കെ കഥ ഫുള്ള് വിളിച്ച് കാണാറുണ്ട്. അപ്പോ ആകെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ലോ എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഫോർ മീ. പക്ഷെ സ്പീഡ് അടിപൊളിയാണ്. ഞാനത് റബ്ബർ ബാൻഡ് എന്നല്ല പറയുന്നത്. ലോ ഇൻ ദ സെൻസ് എൻഗേജിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഗേജ് ആവാൻ ലേശം സീനാണ്. കോമഡികളൊന്നും അത്ര അങ്ങോട്ട് ഓക്കെ അല്ലാത്തൊരു ഫസ്റ്റ് ഹാഫും കിഡിലാണ് സെക്കൻഡ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഒരുമാതിരി പ്രിയദർശൻ സിനിമ പോലെ പോയി. ലാസ്റ്റ് എന്താ നടക്കണെന്നുള്ളതിനെ കുറിച്ച് 100 അടിക്കും. പക്ഷെ ഡൗട്ടാണ് വൈ, ബിക്കോസ് ദൃശ്യം ഈസ് ദേർ, ദൃശ്യം 3 ഈസ് ദേർ. പക്ഷെ ഫണ്ണായിട്ട് ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് കാണേണ്ട ആൾക്കാർ ദൃശ്യം 3 ഈസ് എ നെക്സ്റ്റ് ലെവൽ ഐറ്റം. അത് ഏത് ജനറേഷനിൽ ആരും തിയേറ്ററിൽ കൊണ്ടുവരും. ബിക്കോസ് അതിന് ലെഗസി ഉണ്ട്. അപ്പം അതുവരെ ഇത് ഓടും, അതുവരെ ഓടും. അതിന്റെ ഒപ്പം ഓടും എന്നുള്ളത് കണ്ടറിയണം കോശി. അടുത്ത ആഴ്ച അതിന്റെ ലെഗസിന്റെ ഒപ്പം ഇത് നിൽക്കും എന്നുള്ളത് കണ്ടറിയണം. അത് വേറെ ഗെയിമാണ്. എൽ ഫാക്ടർ അത് ഇറങ്ങണ വരെ ഇതിനകത്ത് ഭീകരമായിട്ട് ആളുകൾ ഉണ്ടാവും. കാരണം അത്ര എൻഗേജിങ് ആണ് എന്നുള്ളത് സെക്കൻഡ് ഹാഫിനെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് ഹാഫിനെ വെച്ചിട്ട് ഞാൻ പറയുന്നത്, ഫസ്റ്റ് ഹാഫിനെ വെച്ചിട്ടല്ല. അത്രയും എൻഗേജിങ് ആണ്. സെക്കൻഡ് ഹാഫ് ഈസ് അടിപൊളി. അതേപോലെ ഞാൻ വേറൊരു കാര്യം പറയാം. എനിക്കിതിൽ ഒട്ടും വർക്കാവാത്തൊരു ക്യാരക്ടറാണ് ഡെലുലു.
ഡെലൂലുവിൻ്റെ ക്യാരക്ടർ എനിക്ക് സീരിയസ്ലി എനിക്ക് ഈ സാധനം എന്താണ് എന്നുള്ളത് എനിക്ക് കാരണം ഓക്കെ ഒരു പെയർ വേണം ബേസിൽ, പക്ഷെ ആ പെയർ ബേസിലിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണ ഒരാളാണ്. അതൊരു വെറുതെ ഒരു സിനിമയിൽ കാഷ്വലായിട്ട് അഭിനയിക്കാൻ വന്നൊരു നായിക ഫീൽ അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഇമ്പാക്ട് ഡെലൂല് വെച്ചൊരു ഒരു സാധനമുണ്ട് അതിനായിട്ടൊരു തട്ടി. പക്ഷെ ആ ക്യാരക്ടർ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഉണ്ട്. ആ ക്യാരക്ടറിന് എനിക്കിതിനകത്തൊരു ക്യൂട്ടും ചാമും വേണ്ട, വിട്, അത് പോട്ടെ. അത് വരുന്ന സിറ്റുവേഷൻസും പടത്തിനകത്ത് ഈ പടത്തിൽ കാസ്റ്റ് ടീം ഇന്റർവ്യൂലൊക്കെ പറയണ്ടായിരുന്നു. അത് ഡെലൂലു പടത്തിൽ ചെറിയ 10 മിനിറ്റ് ഉള്ളൂ. അല്ല എനിക്ക് തോന്നുന്നു അവര് പടം കണ്ടിട്ടാണെങ്കിൽ കുറച്ചും കൂടി ക്യാരക്ടർ കുറച്ചും കൂടി വലുതാക്കിയാണ്. അതെ കൊറേ സീനുകൾ ഉണ്ട്, കൊറേ കോമ്പോസ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ. ഷെൽവിൻ ജെയിംസിനെ കുറിച്ച് പറയണം. ഷെൽവിൻ ജെയിംസ് ബേസിലൊപ്പം കൂട്ടാൻ നല്ല റോളായിരുന്നു, നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരുന്നു. ചില ടൈമിൽ ബേസിൽ സ്ക്രീനിലില്ലാത്തപ്പോൾ അയാൾ പടം കൊണ്ടുപോയി. അത് ശ്രദ്ധിച്ചാ ആ ക്യാരക്ടറിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെ ആ പടം കൊണ്ടുപോയി. നമ്മുടെ കൂട്ടാൻ ഹരി ഉണ്ടായി പടത്തില്. പിന്നെ ഇയാള് ഇത്രയും പറയാൻ കാരണം ഇയാൾ അതിനെ സെറ്റിൽ പോയിരുന്നു. ഇല്ല സെറ്റിൽ പോയെന്ന് വെച്ചിട്ട് എനിക്ക് പടം മറക്കാവുന്നില്ല. ഈ മറക്കാത്ത പടങ്ങൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആനന്ദുവിനെ അറിയാം, നമ്മള് അത്യാവശ്യം അറിയുന്ന ആൾക്കാരെ. പക്ഷെ പറയാള് വർക്കാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഹാഫ് അതാണ്. ഇയാളിപ്പോ മിനി ശ്രീനിവാസന്റെ പടം കാണരുത്. ഇനി ഞാൻ മാത്രമല്ല, കാരണം മിനി ശ്രീനിവാസനെ കണ്ടായാലും കൈയടിക്കുക, കരയുക, വിസിലടിക്കുക. മോഹൻലാലും മമ്മൂട്ടിക്കും കൂടി ഇയാൾ ഇങ്ങനെ ചെയ്യലില്ല. മിനി ശ്രീനിവാസൻ ഓക്കെ ഗൈസ്, അതിരടി നിങ്ങൾ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ഫണ്ണായിട്ട് പോയി കണ്ടോ. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഹാഫ്, ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുന്നത് ഫസ്റ്റ് ഹാഫിന്റെ കാര്യം. നിങ്ങൾക്ക് അത് എങ്ങനെയാന്നുള്ളത് എനിക്ക് അറിയില്ല. ഇയാൾക്ക് വർക്കാണ്, എനിക്ക് ഫസ്റ്റ് ഹാഫ് വർക്കല്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഇയാൾ ഇതിന്റെ മോനെ പിന്നെ പറഞ്ഞ ആദ്യം മുതൽ ഒരു ഫോട്ടോ ഞാൻ പറഞ്ഞാണ്. അല്ല വിനീത് വർക്കാണ്, സെക്കൻഡ് ഹാഫ് മുതൽ വർക്കാണ് വിനീത് ശ്രീനിവാസൻ വന്ന മുതൽ. അല്ല ചില സമയത്തല്ലേ ഷാനഹമാന് ചില കൗണ്ടേഴ്സ് അല്ല, ഷാനഹമാന് ഇതിന്റെ കുറെ ഒരു സീനിനകത്ത് വിനീത് ശ്രീനിവാസൻ ലുക്ക് കൊടുക്കും ഷാനഹമാന്. ഷാനഹമാൻ തിരിച്ച് മറ്റേ ഒരു സട്ടിൽ സാധനമൊക്കെ, അതൊക്കെ ഇരുത്തം വന്ന നടന്മാര് ചെയ്യില്ലേ, ഒറിജിനൽ സാധനമാണ് തോന്നുന്നത്. അതൊക്കെ ഭയങ്കര രസമായി. പിന്നെ ഒരു ലാസ്റ്റ് ഇമോഷൻ വർക്കാണല്ലേ പടത്തിന്റെ ഇമോഷണൽ സാധനങ്ങൾ. കരഞ്ഞൂട്ടാ, അതാണ് സെക്കൻഡ് ഹാഫ് ഇമ്പാക്ട് ഉണ്ട്. വർക്കായത് ഈ ടോവിനോ സ്റ്റോറി ഒരു എനിക്ക് ടോവിനോന്റെ സ്റ്റോറി, എനിക്ക് ഇമോഷന്റെ സൈഡ് വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഇമോഷന്റെ സീൻ എനിക്ക് ഒരു ഓക്കെ ഫീൽ മാത്രമേ തന്നുള്ളൂ. കാരണം അതൊക്കെ സ്പീഡിലാ പോണേ, അത് പെട്ടെന്ന് പോയി. അതിനൊരു എന്താ പറയാ, ഒരു സ്ക്രീൻ ടൈം നമുക്ക് കുറച്ച്, എനിക്കത് കുറച്ച് സ്ക്രീൻ ടൈം കിട്ടി ഇമോഷൻ ആണെങ്കിൽ എനിക്ക് വർക്കാവും, കണക്ട് ആവും. എനിക്ക് ആ സ്ക്രീൻ ടൈം ആ ഇമോഷൻ ഇല്ല. കാരണം അതിന്റെ മുന്നേ സാധനം പെട്ടെന്ന് തീർന്നു, അതെല്ലാം പെട്ടെന്ന് തീർന്നു. പിന്നെ ഒന്നും പറയല്ലേടി, ഫെസ്റ്റിവൽ മൂഡ് പടം. ഇപ്പം ഈ ഒരു ടൈമിൽ ഇറക്കി വിടാൻ അഴിച്ചു വിടാൻ പറ്റിയ ഐറ്റം, അടിപൊളി. എന്താണെങ്കിലും കയറി കണ്ടോ, നിങ്ങൾക്ക് മുടക്കുന്ന കാശ് എന്താണെങ്കിലും കിട്ടും. ഞാൻ പറഞ്ഞു ഒരു എബോവ് ആവറേജ് സാധനം ഉണ്ട്. ഈ ഫസ്റ്റ് ഹാഫിൻ്റെ സീൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു എബോവ് ആവറേജ് സാധനം ഉണ്ട്.